ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നിപ്പോൾ ഇന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ നമുക്ക് വീഡിയോയിൽ ആവശ്യമായ സാധനങ്ങൾ: ഇന്നൊരു ബിയർ ബോട്ടിൽ, പിന്നെ ഒരു സിസർ വേണം, പിന്നെ കുറച്ച് കയറ് വേണം, ഇത് കുറച്ച് വെള്ളം, പിന്നെ ഒരു ഫെവിക്കോളും കുറച്ച് പിന്നും ആവശ്യമാണ്. നമുക്കിനി എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ കയറൊന്ന് നനച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കുപ്പിയിൽ ഫസ്റ്റ് നമുക്കൊരു കയറ് കിട്ടാം. കയറ് കിട്ടേണ്ട എങ്ങനെ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്. ആദ്യം നമ്മൾ ഈ കുപ്പി എടുക്കുക. പിന്നെ നമുക്ക് ഈ ഒരു കയറെടുത്ത് രണ്ടറ്റം എടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു കയറിൽ കുറച്ച് നീളത്തിന് ഇടണം ഒരു എൻഡ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെച്ചൊരു രീതിയിൽ നമുക്കിങ്ങനെ ഒരു കറക്കിയൊരു കെട്ട് കിട്ടുക. നമുക്കിതൊന്ന് കൈയാക്കാം. നമുക്ക് അതിനെ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഈ ബാക്ക് സൈഡ് ഇതാണല്ലേ, അവിടെ നിന്ന് ഒന്നും കൂടെ ഒരു കെട്ട്. ഈ രണ്ട് കെട്ടിലിരിക്കുകയാണ് നമ്മളിത്. ഇതെങ്ങനെയാണ് ബാക്കി നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം ഈ രണ്ട് കെട്ടിലിരിക്കുക. ജസ്റ്റ് ഒന്ന് നമ്മൾ ടൈ ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഇപ്പം കെട്ടിയ കയറിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി നമ്മൾ കയറി ചുറ്റുമ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കുകയുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ആദ്യം ഈ കയറ് കുപ്പിയിൽ നമുക്ക് ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. നമുക്കിനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ നീളം കുറഞ്ഞ എൻഡ് ഉണ്ട്, അത് നമുക്കിങ്ങനെ താഴ്ത്തി പിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ നീളം കൂടിയ ആ എൻഡ് ഇങ്ങനെ ചുറ്റി തുടങ്ങാം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ കയറിൻ്റെ സൈഡിലോട്ടാണ് ചുറ്റേണ്ടത്, കെട്ടിൻ്റെ സൈഡിലോട്ട്. നമുക്കിങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ടും ടൈറ്റായിട്ട് ഇതിങ്ങനെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ചുറ്റണം. ഇതിങ്ങനെ ചുറ്റിയെടുക്കാം. ചുറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ആ താഴ്ത്ത് വിട്ട ആ കയറുണ്ട്, അതിപ്പം ഇതിൻ്റെ അടിയിൽ കൂടി എടുക്കുക. നമ്മളിപ്പോൾ നീളം ഒന്നാക്കിയിട്ട് എന്നിട്ട് അത് പുറത്താക്കുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ചുറ്റുക. കണക്കിയെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിന് ചുറ്റിയെടുക്കാം. ചുറ്റിയതിന് ശേഷം നമ്മൾ കയറ് തീരാറാകുമ്പോൾ നമ്മളിനി ഇതിപ്പോൾ കയറ് തീരാറായി. ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ മുമ്പ് ചുറ്റിയ നമ്മൾ ജസ്റ്റ് ഇത് എല്ലാം ടൈറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് നിൽക്കില്ല. അപ്പോൾ ജസ്റ്റ് ആ മുമ്പ് ചുറ്റിയതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് കൂടി നമ്മൾ ഈ കയറ് എടുക്കുക. സ്റ്റീൻ്റെ ഇടയ്ക്കോട്ടൊന്ന് നമുക്ക് കയറ്റാം. ബാലൻസ് നമുക്കത് കുറച്ച് ടൈം എടുത്ത് നമ്മൾ ചെയ്യാം. നമുക്കിപ്പോൾ ഈ എൻഡ് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാനോ അല്ലെങ്കിൽ നമ്മുടേതായ ക്രിയേറ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്ത് വെക്കാം. ഇന്ന് ഞാനിവിടെ ഇത് ഒരു ടൈ ആക്കി എടുക്കാൻ നോക്കണം, ഒരു ബട്ടർഫ്ലൈ ടൈ പോലെ ആക്കാൻ. നമുക്ക് ഇനി ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഒരു പിൻ ചെയ്ത് വെക്കാം. ഈ എൻഡും അതേപോലെ തന്നെ നമുക്ക് ഇന്ന് നമ്മുടേതായ ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഈ എൻഡ് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ വരച്ചു. ഇതിന് ഈ അവസാനത്തെ കെട്ടിൻ്റെ അടിയിൽ കൂടെ എടുത്ത്
സിസർ ഉപയോഗിച്ച് ഒന്ന് എടുക്കാം. ഇനി എല്ലാം ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാലൻസ് പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ബാക്കി അവിടെ നിന്ന് ഇരിക്കാനായിട്ട് അവിടെ കുറച്ചൊന്ന് ഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുപ്പി ഓക്കെ ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കയർ ആ ഒരു മുകളിലൊക്കെ കാണുന്ന ഒരു കയറിൻ്റെ എല്ലാം ഒരു പാർട്ടെല്ലാം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് നമുക്കൊരു ഫുള്ള് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.